നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ത്യയുടെ മുൻ ഓഫ് സ്പിന്നർ ഹർഭജൻ സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ഹർഭജൻ സിംഗ് തൻ്റെ ക്രിക്കറ്റ് യാത്ര ആരംഭിക്കുന്നത് ജലന്ധറിലെ ഒരു ഗലിയിൽ നിന്നാണ്. ഹർഭജനും കുടുംബവും താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ഗലി. 13ാമത്തെ വയസ്സിൽ ഗലിയിൽ തൻ്റെ ഓഫ് സ്പിൻ ബൗളിംഗ് കൊണ്ട് എതിർ ടീമിലെ ഓരോരുത്തരെയായി ഹർഭജൻ കീഴടക്കുന്നത് കണ്ട ദേവീന്ദർ അറോറ എന്ന പ്രാദേശിക ക്രിക്കറ്റ് കോച്ച് അവൻ്റെ കഴിവിൽ ആകൃഷ്ടനായി. പ്രത്യേകിച്ചും ഹർഭജൻ്റെ പ്രത്യേകതയുള്ള ബൗളിംഗ് ആക്ഷൻ അറോറയെ കുറച്ചൊന്നുമല്ല ആകർഷിച്ചത്. അങ്ങനെ ഹർഭജൻ സിംഗ് ദേവീന്ദർ അറോറയുടെ പരിശീലക ജീവിതത്തിലെ ആദ്യ ശിഷ്യനാകുന്നു. 1992 അത്. ദേവീന്ദർ അറോറയും ഹർഭജൻ സിംഗും ഒരേ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ദേവീന്ദറിന് ഹർഭജൻ്റെ അച്ഛനുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദമാണ് മകനെയും കൊണ്ട് ദേവീന്ദറിൻ്റെ അടുത്തെത്താൻ ഹർഭജൻ്റെ അച്ഛനെ പ്രേരിപ്പിച്ചത്. ഇവൻ ക്രിക്കറ്റ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവന് അതിനുള്ള കഴിവുണ്ടോ എന്ന് ഒന്ന് നോക്കൂ എന്ന് ഹർഭജൻ്റെ അച്ഛൻ ദേവീന്ദറിനോട് പറയുന്നു. അങ്ങനെ ദേവീന്ദർ അറോറ ഹർഭജൻ്റെ പരിശീലകനാകുന്നു. ഇതിനു മുമ്പ് ഹർഭജൻ്റെ ആദ്യ പരിശീലകനായിരുന്ന ചരൺജിത് സിംഗ് ബുല്ലാർ ഹർഭജനെ ഒരു ബാറ്റ്സ്മാനായാണ് പരിശീലിപ്പിച്ചിരുന്നത് എന്നത് മറ്റൊരു കൗതുകം. എന്നാൽ ബുല്ലാറിൻ്റെ അകാലത്തിലുള്ള മരണമാണ് ഹർഭജനെ ദേവീന്ദർ അറോറയുടെ അടുത്തെത്തിച്ചത്. ഞാൻ ആദ്യമായി ഹർഭജൻ ബൗൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അവന് പിച്ചിൽ നിന്ന് ലഭിക്കുന്ന ബൗൺസാണ്. അത് സാധാരണ സ്പിന്നർമാർക്ക് കിട്ടുന്നതിലും കൂടുതലായിരുന്നു. ആ നിമിഷം ഞാൻ ഉറപ്പിച്ചിരുന്നു ഇവൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന്. എന്നാൽ അവൻ 100 ടെസ്റ്റുകളിൽ ഇന്ത്യൻ കുപ്പായമണിയുമെന്ന് എൻ്റെ വന്യമായ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് ദേവീന്ദർ അറോറ പിന്നീട് പറഞ്ഞു. പഞ്ചാബിന് വേണ്ടി വെറും 10 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ മാത്രം കളിച്ച് പരിചയമുള്ള ആളായിരുന്നു ദേവീന്ദർ അറോറ. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ കാൽമുട്ടിനേറ്റ പരിക്ക് ദേവീന്ദറിൻ്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. 15 വയസ്സിന് താഴെയുള്ളവരുടെ ഒരു ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ടൂർണമെൻറ്റിലെ മത്സരത്തിലായിരുന്നു ഹർഭജൻ ആദ്യമായി തന്നെ ഞെട്ടിക്കുന്ന പ്രകടനം പുറത്തെടുത്തതെന്ന് ദേവീന്ദർ പറയുന്നു. അമൃത്സറിനെതിരായ ആ മത്സരത്തിൽ 2 ഇന്നിങ്സിലുമായി ഹർഭജൻ വീഴ്ത്തിയത് 15 വിക്കറ്റുകളായിരുന്നു. മത്സരം ഹർഭജൻ്റെ ടീം അനായാസം ജയിച്ചു. അന്ന് ഹർഭജൻ്റെ ബൗളിങ്ങിലെ കൃത്യത ദേവീന്ദർ അറോറ ശരിക്കും മനസ്സിലാക്കി. കഠിനമായ പരിശീലനം നടത്താൻ ഹർഭജന് ഒരു മടിയുമുണ്ടായിരുന്നില്ല. വൈകുന്നേരങ്ങളിൽ ഇരുട്ട് വീഴുമ്പോൾ കോച്ചിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോൽ വാങ്ങി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പിന്നെയും 3/4 മണിക്കൂറോളം ഹർഭജൻ പരിശീലിച്ചിരുന്നത് ദേവീന്ദർ അറോറ ഓർക്കുന്നുണ്ട്. തനിക്ക് തൃപ്തി വരുന്നതുവരെ ഹർഭജൻ പരിശീലിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കൽ ദേവീന്ദർ അവനോട് പറഞ്ഞു, ബാറ്ററുടെ ഓഫ് സ്റ്റമ്പിൽ നിരന്തരം ആക്രമിക്കണമെന്ന്. എന്നിട്ട് ഒരു 25 പൈസ നാണയം അയാൾ പിച്ചിൽ ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഹർഭജന് ബൗൾ ചെയ്യാനായി വെച്ചു കൊടുക്കുന്നു. പിന്നീട് ഒരാഴ്ചയോളം ഹർഭജൻ നിരന്തരം ആ നാണയത്തിൽ ബൗൾ ചെയ്തു. ബൗളിങ്ങിന് കൃത്യത ലഭിക്കുന്നതുവരെ ഹർഭജൻ അത് തുടർന്നു. ഒരു ഫാസ്റ്റ് ബൗളറുടേതിന് തുല്യമായ മനഃശക്തി ഹർഭജനുണ്ടായിരുന്നു. ആക്രമണോത്സുകതയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത് അവനിലെ ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവന്നു. അണ്ടർ 15 ടീമിൽ കളിക്കുമ്പോഴും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുമ്പോഴും അവൻ്റെ കളിയോടുള്ള സമീപനം ഒന്ന് തന്നെയായിരുന്നു. മത്സരത്തിൻ്റെ മുറുക്കം എപ്പോഴും അവൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് അറോറ ചൂണ്ടിക്കാട്ടുന്നു. 1998 ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറിയ ശേഷം ഹർഭജൻ സിംഗ് ടീമിൽ നിന്ന് പുറത്തായി. ആ കാലം അയാളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അച്ചടക്ക നടപടി നേരിട്ട് ബാംഗ്ലൂരിലെ ദേശീയ അക്കാദമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 2000 അച്ഛൻ മരിക്കുക കൂടി ചെയ്തതോടെ ഹർഭജൻ കടുത്ത മാനസിക വിഷമത്തിലായി. അച്ഛൻ്റെ മരണം അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാനാകില്ലെന്ന് അയാൾ കരുതി. അതോടെ ക്രിക്കറ്റ് വിടുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചു. കുടുംബം പാറ്റാനായി വിദേശത്ത് ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. എന്നാൽ കോച്ച് അറോറയും അയാളുടെ അമ്മയും സഹോദരിമാരുമെല്ലാം ക്രിക്കറ്റിൽ തുടരാൻ ഹർഭജനെ ഉപദേശിച്ചു. ഇന്ത്യക്ക് വേണ്ടി അയാൾ കളിക്കുക എന്നത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നുവെന്ന കാര്യം അവർ ഓർമ്മിപ്പിച്ചു.
ഇതോടെ അച്ഛൻ്റെ വേർപാടിന് 3 മാസത്തിന് ശേഷം അയാൾ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി സൗരവ് ഗാംഗുലി എത്തുന്നത്. അനിൽ കുംബ്ലെയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ഹർഭജൻ തൻ്റെ ടീമിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് ഗാംഗുലി സെലക്ടർമാരോട് വാശി പിടിച്ചു. തുടർന്ന് 2001 സ്റ്റീവ് വോയുടെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ ടീം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഹർഭജനെ ടീമിൽ ഉൾപ്പെടുത്തി. ഫലമോ ഒരു ഹാട്രിക് അടക്കം 32 വിക്കറ്റുകളാണ് 3 ടെസ്റ്റ് പരമ്പരയിൽ ഹർഭജൻ നേടിയത്. ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ ബൗളറുടെ ആദ്യ ഹാട്രിക്കായിരുന്നു ഹർഭജൻ നേടിയത്. ആ പരമ്പരയായിരുന്നു ഹർഭജൻ സിംഗിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ വഴിത്തിരിവ്. റിസ്റ്റ് സ്പിന്നർമാരുടെയും ബാറ്റിംഗ് പിച്ചുകളുടെയും കാലത്ത് ഫിംഗർ സ്പിന്നിൻ്റെ മായിക പ്രഭാവം വീണ്ടെടുത്ത സ്പിന്നറായിരുന്നു ഹർഭജൻ സിംഗ്. എത്രത്തോളം പ്രതിഭയുണ്ടായിരുന്നോ അത്ര തന്നെ ക്രിക്കറ്റിനോടുള്ള ഭ്രാന്തും ഹർഭജനുണ്ടായിരുന്നു. പന്തിൻ്റെ വേഗതയിലും ലെങ്ത്തിലും നിരന്തരം മാറ്റം വരുത്തി ബാറ്റർമാരെ കബളിപ്പിക്കുന്നതിൽ വിരുദ്ധനായിരുന്നു ഹർഭജൻ സിംഗ്. പോരാത്തതിന് ഇടയ്ക്കിടെയുള്ള ലെഗ് സ്പിന്നറുകളും. പലപ്പോഴും അയാൾ പിച്ചിൽ നിന്ന് അസാധാരണമായ ബൗൺസ് കണ്ടെത്തി. ഇത് മിക്ക ബാറ്റർമാരെയും വല്ലാതെ വിഷമിപ്പിച്ചു. 2001 ഓസ്ട്രേലിയൻ ടീം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവരുടെ ബാറ്റർമാരെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ഹർഭജൻ്റെ പന്തുകളായിരുന്നു, പ്രത്യേകിച്ചും റിക്കി പോണ്ടിങ്ങിനെ. ഇന്ത്യൻ മണ്ണിൽ പോണ്ടിങ്ങിന് വിചാരിച്ച നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയാത്തതിന് പ്രധാന കാരണം ഹർഭജൻ്റെ ബൗളിംഗ് ആയിരുന്നു. 2001 ടെസ്റ്റ് പരമ്പരയിൽ 12 റണ്ണിന് താഴെ 5 തവണയാണ് ഹർഭജൻ പോണ്ടിങ്ങിനെ പുറത്താക്കിയത്. കരിയറിൽ പോണ്ടിങ്ങിനെ മൊത്തം 10 തവണയാണ് ഹർഭജൻ പുറത്താക്കിയിട്ടുള്ളത്. ഇത് തന്നെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന പോണ്ടിങ്ങിനെതിരെ ഹർഭജൻ്റെ മേധാവിത്വം വ്യക്തമാക്കുന്നതാണ്. ലോകത്തെ ഏറ്റവും മികച്ച ടീമായ ഓസ്ട്രേലിയയോട് എന്നും പല്ലും നഖവും ഉപയോഗിച്ച് പോരാടിയ ഹർഭജൻ സിംഗ് 1 ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. എന്നാൽ 2008 ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ആൻഡ്രൂ സൈമൺസിനെ കളിക്കിടെ വംശീയമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം ഹർഭജന് നേരിടേണ്ടി വന്നു. എന്നാൽ ഇതിനെതിരെ അപ്പീൽ നൽകിയതോടെ പിന്നീടത് വെറും അധിക്ഷേപം എന്ന ആരോപണം മാത്രമായി ചുരുങ്ങുകയുണ്ടായി. പിന്നീട് സൈമൺസും ഹർഭജനും IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരുമിച്ച് കളിച്ചതോടെ ഇരുവർക്കുമിടയിൽ സൗഹൃദം രൂപപ്പെടുകയുമുണ്ടായി. IPL പഞ്ചാബ് കിങ്സിനെതിരായ ഒരു മത്സരത്തിന് ശേഷം കിങ്സിൻ്റെ താരമായിരുന്ന മലയാളി പേസർ ശ്രീശാന്തിൻ്റെ മുഖത്ത് ഹർഭജൻ അടിച്ചതും ഏറെ വിവാദമായി. തുടർന്ന് ഹർഭജനെ IPL നിന്ന് സസ്പെൻഡ് ചെയ്തു. അനിൽ കുംബ്ലെയ്ക്കൊപ്പമുള്ള ഹർഭജൻ്റെ ബൗളിംഗ് കൂട്ടുകെട്ട് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇരുവരും ചേർന്ന് ഇന്ത്യയെ ഒട്ടേറെ മത്സരങ്ങളിലാണ് ജയിപ്പിച്ചത്. പ്രത്യേകിച്ചും ഇന്ത്യൻ മണ്ണിൽ ഒരുമിച്ച് കളിച്ച 34 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇരുവരും ചേർന്ന് 366 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇതിൽ മിക്കതും ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകളിലായിരുന്നുവെന്നത് ഈ നേട്ടത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഇരുവരും ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ടെസ്റ്റ് പരമ്പരകളിൽ 1 മാത്രമാണ് ഇന്ത്യ തോൽവി അറിഞ്ഞതെന്നതും ചെറിയ കാര്യമല്ല. 2007 പ്രഥമ T20 ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ഹർഭജനെങ്കിലും ക്രിക്കറ്റിൻ്റെ ഈ ഫോർമാറ്റുമായി പൊരുത്തപ്പെടാൻ അയാൾ ഏറെ സമയമെടുത്തു. അതേസമയം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ഔഭാജ്യ ഘടകമായിരുന്നു ഹർഭജൻ. IPL 2008 2017 ഇടയ്ക്ക് ഹർഭജൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 10 സീസണുകളിൽ കളിച്ചു. 20 മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനെ നയിക്കുകയും ചെയ്തു. IPL ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകൾക്ക് വേണ്ടിയും ഹർഭജൻ സിംഗ് കളിച്ചു. വാലറ്റത്ത് നന്നായി ബാറ്റ് ചെയ്യാൻ കഴിവുള്ള കളിക്കാരനായിരുന്ന ഹർഭജൻ ടെസ്റ്റിൽ 2 സെഞ്ചുറി നേടിയിട്ടുണ്ടെന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2001 ഇന്ത്യൻ ടീമിലേക്കുള്ള തൻ്റെ തിരിച്ചുവരവിന് കാരണമായ സൗരവ് ഗാംഗുലിയോടുള്ള കൂറ് എല്ലാ കാലത്തും ഹർഭജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രെഗ് ചാപ്പൽ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി വന്നതിന് ശേഷമുണ്ടായ ഗാംഗുലി ചാപ്പൽ പോരിൽ ഹർഭജൻ ഗാംഗുലിയോടൊപ്പം നിലയുറപ്പിച്ചത് ക്രിക്കറ്റ് അധികൃതരുടെ അനിഷ്ടത്തിനിടയാക്കി. ചാപ്പലിൻ്റേത് ഇരട്ടത്താപ്പാണെന്നും ആവശ്യമില്ലാതെ ടീമിൽ ആശയക്കുഴപ്പവും അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും പരിശീലകൻ എന്ന നിലയിൽ ചാപ്പൽ സൃഷ്ടിച്ചെന്നും ഹർഭജൻ ആരോപിച്ചു. ഇതേ തുടർന്ന് പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ ഹർഭജനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കി. തുടർന്ന് ചാപ്പലിനെ പ്രശംസിച്ച് ഹർഭജൻ രംഗത്തെത്തിയത് വൈരുദ്ധ്യമായി. കളിയെക്കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയാണ് ചാപ്പലെന്നും
ചാപ്പലിൻ്റെ കീഴിൽ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലെത്തിയെന്നും ഹർഭജൻ അന്ന് പറഞ്ഞു. 103 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 417 വിക്കറ്റാണ് ഹർഭജൻ വീഴ്ത്തിയത്. ഒരു ഇന്നിങ്സിൽ 5 വിക്കറ്റ് എന്ന നേട്ടം 25 തവണയും ഒരു മത്സരത്തിൽ 10 വിക്കറ്റ് എന്ന നേട്ടം 5 തവണയും കരസ്ഥമാക്കി. 236 ഏകദിനങ്ങളിൽ നിന്ന് 269 വിക്കറ്റും 28 2020 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റും ഹർഭജൻ വീഴ്ത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ടെസ്റ്റിൽ 2224 റൺസും ഏകദിനത്തിൽ 1237 റൺസും ഹർഭജൻ സ്കോർ ചെയ്തിട്ടുണ്ട്. പന്തിനുമേൽ അസാധാരണ നിയന്ത്രണമുള്ള സ്പിന്നറായിരുന്നു ഹർഭജൻ സിംഗ്. പന്തിൻ്റെ വേഗതയിലും ലെങ്ത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരുത്താനുള്ള ഹർഭജന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഒപ്പം ബൗൺസ് കണ്ടെടുക്കാനുള്ള കഴിവും അയാളെ ഏറെ അപകടകാരിയായ ബൗളറാക്കി. ഏത് സാഹചര്യത്തിലും ആക്രമിച്ച് ബൗൾ ചെയ്യുന്ന സ്പിന്നറായിരുന്നു ഹർഭജൻ. അതുകൊണ്ട് തന്നെ വിക്കറ്റ് വീഴ്ത്തുന്നതിലും അയാൾക്ക് അസാധാരണമായ മികവുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു ക്ലാസിക് ഓഫ് സ്പിന്നറായിരുന്നു ഹർഭജൻ സിംഗ്. ഒരുപക്ഷെ തീർത്തും വംശനാശം സംഭവിച്ച ഒരു ശാഖയിലെ അവസാനത്തെ അംഗം. ടർബനേറ്റർ എന്നും ബാജി എന്നും വിളിപ്പേരുള്ള ഹർഭജൻ സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്.